ഹരേ കൃഷ്ണ. നമസ്തേ. നേരം ഓൺലൈനിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സുസ്വാഗതം. ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. നമ്മൾ ഇന്ന് വിദ്യയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. വിദ്യ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പരീക്ഷകളുടെ സമയമാണ്. ഇപ്പം നമ്മുടെ ഞങ്ങളെയൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിക്കാലം പോലെയൊന്നും അല്ല കേട്ടോ. ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എൻട്രൻസ് ആണ്. അപ്പോൾ എൻട്രൻസ്, അതുപോലെ തന്നെ പുതിയ ജോലി കിട്ടാനുള്ള പരീക്ഷകൾ, പിന്നെ ഉപരിപഠനത്തിന് വേണ്ടി വിദേശത്ത് പോകാൻ IELTS പോലുള്ള ചില പരീക്ഷകൾ, അങ്ങനെ പരീക്ഷകളുടെ കാലമാണ്. അപ്പോൾ ഈ പരീക്ഷ വരുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യണം? പരീക്ഷ വിജയിക്കാൻ ഞങ്ങൾക്ക് നല്ലവണ്ണം പഠിച്ചുകൊണ്ട് പോകും, പക്ഷേ സമയത്ത് ഓർമ്മശക്തി നിൽക്കുന്നില്ല എന്നുള്ളൊരു പരാതി. അതുപോലെ തന്നെ ചില വ്യക്തികൾ പഠിക്കാനുള്ള ഊർജ്ജമുണ്ട്, അവർ കുറച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ട് പിന്നെ പെട്ടെന്ന് അങ്ങ് മങ്ങൽ വന്ന് അവർക്ക് പഠിക്കാൻ പറ്റാതെ, അതിന് നമ്മൾ എന്തോ പറയും, ഒരു മന്ദത അല്ലെങ്കിൽ ഉഴപ്പ് വരും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ജ്യോതിഷപരമായിട്ടായിരുന്നാലും താന്ത്രികപരമായിട്ടായിരുന്നാലും ഇതിൽ നമുക്കൊരു റെമഡി എന്താണ്? ആദ്യമായിട്ട് എനിക്കൊന്നേ പറയാനുള്ളൂ. എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെ ഒരവസ്ഥയാണ് ഞാൻ പറയുന്നത്. നമ്മൾ തീർച്ചയായിട്ടും സമയം കിട്ടുന്ന പോലെ രാവിലെയോ വൈകിട്ടോ എപ്പോഴെങ്കിലും കുറച്ച് സമയം നമ്മൾ ജപിക്കാനായിട്ട് മാറ്റിവെക്കുക. ഞാൻ കുട്ടിക്കാലത്തെ കാലം പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, സന്ധ്യയ്ക്ക് രാമനാമം ജപിച്ച് 1 മണിക്കൂർ രാമനാമം ജപിച്ചാലേ, അതേ സന്ധ്യയ്ക്ക് നിലവിളക്ക് കത്തിച്ച് വരാന്തയിൽ വയ്ക്കും. അതിൻ്റെ ചുറ്റും ഒരു കുഞ്ഞുങ്ങൾ രാമനാമം ജപിച്ചാലേ അന്ന് ആഹാരം കിട്ടുള്ളൂ. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ ജീവിച്ച് വന്നവരാണ് ഞങ്ങൾ. അതിൻ്റെ ഒരു പുണ്യം, അല്ലെങ്കിൽ പുണ്യം എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി, അതിൻ്റെ ഒരു ഊർജം ഭയങ്കരമാണ്. അപ്പോൾ നമ്മൾ കുട്ടികളെല്ലാം ഇപ്പോൾ രാമനാമം ജപിക്കാനൊക്കെ സമയം കുറവാണ് എങ്കിലും നിങ്ങളൊരു 5 മിനിറ്റെങ്കിലും ഒരു മെഡിറ്റേഷനോ ഒരു 5 മിനിറ്റെങ്കിലുള്ള ഒരു പ്രാർത്ഥന കിടക്കുന്നതിന് മുമ്പെങ്കിലും നിത്യവും ചെയ്യണം. അതൊരു ശീലമാക്കി മാറ്റണം. ഇനി ഇത് എങ്ങനെയാണ് നമ്മുടെ വിദ്യയുടെ സ്ഥാനം, അല്ലെങ്കിൽ നമ്മുടെ പഠിച്ചാൽ എങ്ങനെ എത്തും എന്നൊക്കെ തിരിച്ചറിയുന്നത്? ജാതകാൽ അതിന് 5ാം ഭാവമാണ് പ്രധാനം. 5 എന്ന് പറയുന്നത് പ്രജ്ഞാ മേധാ പ്രതിഭാ സ്ഥാനമാണ്. നമ്മുടെ എന്താ പറയുക, IQ ലെവല് ചിന്തിക്കേണ്ട സ്ഥാനം 5ാം ഭാവമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ജാതകത്തിലെ ബുധൻ്റെ ശ്രേഷ്ഠതയും നമ്മളെ സപ്പോർട്ടും. അപ്പോൾ ബുധൻ്റെ അനുഗ്രഹം ഉണ്ടാവുക, 5ാം ഭാവം നന്നായിരിക്കുക, 5ാം ഭാവാധിപന് ബലം ഉണ്ടായിരിക്കുക. ഇതാണ് ഒരാളിൻ്റെ ജാതകാൽ അയാൾക്ക് പഠിക്കാൻ അല്ലെങ്കിൽ പഠനം കൊണ്ട് പരീക്ഷ കൊണ്ട് ഗുണം വരാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യും, നമ്മളെ ഓർമ്മയൊക്കെ നിലനിർത്തുന്ന 5ാം ഭാവമാണ്. അപ്പോൾ ഈ 5ാം ഭാവാധിപനായ ആ 5ാം ഭാവാധിപന് ദേവതയുണ്ട്. ആ ദേവതയുടെ മന്ത്രം ജപിക്കുക, രക്ഷ ജപിച്ച് എന്ന് വേണമെങ്കിൽ ധരിക്കാം. പിന്നെ ആ ദേവതയുടെ ക്ഷേത്രങ്ങൾ നമ്മൾ സന്ദർശിക്കുക. ഇതെല്ലാം നമുക്ക് ധാരാളമായിട്ട് നമ്മുടെ പ്രജ്ഞ അല്ലെങ്കിൽ മേധാശക്തിയെ ഉയർത്തും. ഇപ്പം അതിന് എളുപ്പം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 5ാം ഭാവാധിപൻ ചൊവ്വയായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ബാലസുബ്രഹ്മണ്യ ഉപാസന തന്നെ വേണം. ഇനി ദേവിയാണെങ്കിൽ അതിൽ സരസ്വതി ദേവിയാണോ അതോ ദുർഗാദേവിയാണോ? ഇനി കാളിദേവിയും വിദ്യയുടെ മഹത്തായ മാതാവാണ്. കാരണം കാളിദാസന് സർവജ്ഞത്വം കൊടുത്ത്, വിദ്യയുടെ സർവജ്ഞത്വം കൊടുത്തത് ദേവിയാണ്. ദേവി നാവിലെഴുതി കൊടുത്തതാണ്. അപ്പോൾ ദേവിയിൽ ഏത് ഭാവത്തിൽപ്പെട്ട ദേവിയാണ് എന്ന് നോക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, വിദ്യാധിരാജ്ഞി മന്ത്രം ജപിക്കുക, യന്ത്രം ധരിക്കുക. അതുപോലെ വിദ്യാധിരാജ്ഞിയുടെ അതായത് വിദ്യാധിരാജ്ഞി അതിദേവതയായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വിദ്യാധിരാജ്ഞിയെ നീല സരസ്വതി എന്നും പറയാം. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബുധനുമായിട്ട് ബന്ധപ്പെട്ടോ അതുപോലെ തന്നെ വൈഷ്ണവ സമ്പ്രദായമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ഈ ഇത് വരുന്നുണ്ടെങ്കിൽ, നമ്മൾ അതിൽ ചെയ്യേണ്ടത് വിദ്യാരാജഗോപാലം, അതുപോലെ തന്നെ ചില ആൾക്കാരുടെ ഇതിൽ വിഷ്ണുവായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഹൈഗ്രീവ മന്ത്രങ്ങൾ, ഹൈഗ്രീവ സ്തുതികളൊക്കെ ജപിക്കുന്നത് നല്ലതാണ്. അത്തരം ക്ഷേത്രങ്ങളിൽ നമ്മൾ ത്രിമധുരം ജപിച്ച് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ സാരസ്വത അരിഷ്ടവും ഒക്കെ ജപിച്ച് കഴിക്കുന്നത് നല്ലതാണ്. സാരസ്വ പോലെ തന്നെ വിദ്യാസൂക്തമുണ്ട്. വിദ്യാസൂക്തം ജപിച്ച അരിഷ്ടങ്ങളോ മറ്റൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഇനി മറ്റൊന്ന് പറഞ്ഞാൽ, ലിപി സരസ്വതി യന്ത്രം എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായ, പുറത്തൊന്നും അധികം കിട്ടാനില്ല ഒരു യന്ത്രമുണ്ട്. അത് വിദ്യാ
ആ യന്ത്രവും മന്ത്രവും നമുക്ക് വിദ്യയിൽ ഒരുപാട് ഗുണം ചെയ്യും. ഞാൻ ഇവിടെ ഇതിൻ്റെ എല്ലാം മന്ത്രങ്ങളൊക്കെ പറയാത്ത കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം പറയണമെങ്കിൽ ഒന്ന് ഇതിനകത്തൊക്കെ എല്ലാവരും പറയും പോലെ ഫ്രീ ആയിട്ട് അങ്ങനെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമല്ല. അതിനകത്ത് ചില അവരവർക്ക് ആവശ്യമുള്ള മന്ത്രം മാത്രം എടുത്ത് കൈകാര്യം ചെയ്യുക, അതിനൊരു ഉപദേശം വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. എല്ലാ രീതിയിലും വിദ്യയ്ക്ക് നമുക്ക് സരസ്വതി ദേവി നല്ലതാണെന്നറിയാം. അതിന് ഏറ്റവും നല്ലതാണ് വാഗീശ്വരി മന്ത്രം, നീല സരസ്വതി മന്ത്രം, ഹംസവാഹിനി മന്ത്രം. ഈ 3 മന്ത്രങ്ങളും വാഗീശ്വരി, നീല സരസ്വതി, ഹംസവാഹിനി. ഇനി മറ്റൊന്ന് കുറച്ചുകൂടി സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞാൽ, നമുക്ക് വിദ്യാവിജയത്തിന് പണ്ടൊക്കെ ഞങ്ങൾ ചൊല്ലി പഠിക്കുന്നൊരു സരസ്വതിയുടെ സിമ്പിളായ മുത്തശ്ശിമാർ ചൊല്ലുന്നൊരു വാക്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ സ്തുതിയാണ്. സരസ്വതി നിൻ ചരണാരവിന്ദം ശിരസിൽ വച്ചിട്ടു ഞാനിതാ കുമ്പിടുന്നേൻ, പഠിച്ചതൊന്നും പിഴയാതിരിപ്പാൻ വരപ്രസാദം തരികന്റെ തായേ. അതായത് നമുക്ക് സരസ്വതി ദേവി വിദ്യ തന്നാൽ മാത്രം പോരാ, അത് വേണ്ടപ്പോൾ വേണ്ടതുപോലെ ഉപയോഗിക്കാനും പ്രയോഗിക്കാനും നമുക്ക് കഴിയണം. അതാണ് ആ സ്തുതിയുടെ പ്രാധാന്യം. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഒന്നും അറിഞ്ഞുകൂടാതെ കുഞ്ഞുനാളിൽ ഞങ്ങളൊക്കെ, കാരണം എങ്കിലേ അമ്മമ്മ ആഹാരം തരുള്ളൂ, അതുകൊണ്ട് നമ്മൾ ചൊല്ലി പഠിച്ചതാണ്. പക്ഷെ അതല്ല ഇന്ന് അതിൻ്റെ ഗുണം വന്നു. വിദ്യകൾ പഠിക്കുക മാത്രമല്ല, ജീവിതത്തിൽ പ്രയോജനമായിട്ടും വന്നു. അപ്പോൾ ഈ വിദ്യാസ്തുതി നിരന്തരം കുട്ടികൾ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, രാത്രി കിടക്കുന്നതിന് മുമ്പെങ്കിലും ജപിക്കുന്നത് നമ്മുടെ പഠനം, നമ്മുടെ മേധാശക്തി, നമ്മുടെ ചിന്ത, ഇതിനെല്ലാം ഗുണം ചെയ്യും. കാരണം ഇനിയിപ്പോൾ അങ്ങോട്ട് പരീക്ഷകളുടെ കാലമാണ്. അപ്പോൾ പരീക്ഷകളിൽ നമുക്ക് ജയിക്കാനൊക്കെ ഗുണം ചെയ്യും. ഈ പരീക്ഷകൾ വരാറാകുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, എന്നാണോ പരീക്ഷ വരുന്നത്, പ്രധാന പരീക്ഷ വരുന്നത്, ഇപ്പം നിങ്ങൾ IELTS പരീക്ഷ എഴുതുന്നു, അതല്ലെങ്കിൽ നെറ്റിൻ്റെ പരീക്ഷ എഴുതുന്നു, ആ പരീക്ഷയുടെ ദിവസം വരുന്നതിൻ്റെ ഒരു ദിവസം മുമ്പെങ്കിലും നിങ്ങളുടെ, ഞാൻ ഈ പറഞ്ഞ 5-ാം ഭാവത്തിൻ്റെ ദേവത, ഒരു ഉദാഹരണത്തിന് സുബ്രഹ്മണ്യനാണെങ്കിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയിട്ട് വിദ്യാസൂക്താർച്ചനയോ അതല്ലെങ്കിൽ കുമാരസൂക്താർച്ചനയോ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ദേവിയിലാണ് പോകുന്നുണ്ടെങ്കിൽ ദേവീ ക്ഷേത്രത്തിൽ ചെന്നിട്ട് ആ പരീക്ഷാ ദിവസത്തേക്ക് എല്ലായിടത്തും ഈ നീലസരസ്വതി മന്ത്രമൊന്നും കൊണ്ടുള്ള അർച്ചന കാണൂല, പകരം വിദ്യാസൂക്താർച്ചന കാണും. വിദ്യാസൂക്തം എന്ന് പറയുന്നത് നമ്മുടെ വേദത്തിൽ തന്നെ അങ്ങനെ ഒരു സൂക്തമുണ്ട്, അതുകൊണ്ട് അവർ അർച്ചന ചെയ്തോളും. എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഈ തിരക്ക് കുറഞ്ഞ ക്ഷേത്രങ്ങളിൽ പോയി ചെയ്യുന്നതും പിന്നെ നമ്മുടെ കുടുംബ പരദേവതാ ക്ഷേത്രത്തിൽ ചെയ്യുന്നതും ഒന്നുകൂടി ഗുണം ചെയ്യും. ഇനി മറ്റൊന്നുകൂടി ഞാൻ പറയാം. ഇതിൽ നമ്മൾ വിദ്യാ രാജഗോപാല മന്ത്രമാണ് നമുക്കിപ്പോൾ വേണ്ടതെങ്കിൽ, അതായത് വിഷ്ണു പ്രീതിയാണ് അല്ലെങ്കിൽ കൃഷ്ണൻ്റെ പ്രീതിയാണ്, ബുധൻ്റെ പ്രീതിയാണ് വേണ്ടതെങ്കിൽ, ഏതെങ്കിലും വിഷ്ണുവിൻ്റെയോ കൃഷ്ണൻ്റെയോ അമ്പലത്തിൽ പോയിട്ട് വിദ്യാ രാജഗോപാല അർച്ചനയ്ക്ക് കൊടുക്കുക. അങ്ങനെ ചെയ്തതിന് ശേഷം കൂടെ ഒരു ഗണപതി ഹോമത്തിനൂടെ കൊടുത്തിട്ട് നിങ്ങൾ പരീക്ഷ എഴുതുക. പരീക്ഷ നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. പരീക്ഷയോടനുബന്ധിച്ചുള്ള അടുത്ത് വരുന്ന കാലങ്ങളിൽ കഴിയുന്നത്ര, പ്രത്യേകിച്ചും ബുധനാഴ്ച ദിവസം വ്രതം അനുഷ്ഠിക്കുകയും, വ്രതം എന്ന് പറഞ്ഞാൽ ആഹാരം കഴിക്കാതൊന്നും വ്രതം അനുഷ്ഠിക്കരുത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വിശ്വാസം മതി, അന്ധവിശ്വാസം വേണ്ട. അപ്പോൾ നമ്മൾ അതായത് വെജിറ്റേറിയൻ ആയിരിക്കുക, ലഘുവായ ഭക്ഷണങ്ങൾ കഴിക്കുക. എന്നിട്ട് ആ ദിവസം, ബുധനാഴ്ച ദിവസം, നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ക്ഷേത്ര ദർശനവും നാമജപവും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പരീക്ഷകളിൽ വിജയിക്കും. എല്ലാവർക്കും നല്ലതേ വരുള്ളൂ. ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട്. ഞാൻ കോൾ അധികം അറ്റൻഡ് ചെയ്യാറില്ല. നിങ്ങളുടെ സംശയങ്ങൾക്കും മറ്റും എനിക്ക് വാട്സപ്പ് ചെയ്യുക. ഈ നമ്മുടെ നേരം ഓൺലൈനിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ലൈക്ക് ചെയ്യുന്നതിനും ആ പ്രപഞ്ചശക്തിയുടെ പേരിൽ എല്ലാവർക്കും എന്നും എൻ്റെ പ്രാർത്ഥനയുണ്ടാവും. ഹരേ കൃഷ്ണ. നന്നായി വരും.